സമൂഹം പലപ്പോഴും നിരാശയോ അനാശയോ പിന്തുടരുന്ന ഒരു തൊഴിൽ ആളുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഏതാണ് അവരെ സെക്സ് വർക്കിന്റെ ലോകത്തേക്ക് നയിക്കുന്നത്? തായ്ലാന്റിലെ വിവിധ നിറവുകളും കൂടിയ രാത്രിജീവിതത്തിനും പ്രസിദ്ധമായ റെഡ് ലൈറ്റ് ജില്ലകളും പേരുകേട്ട രാജ്യമായ തായ്ലാന്റിലെ ലിംഗിക തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഞങ്ങൾ കടക്കുന്നു. ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തതല്ല, അത് എന്നെ തിരഞ്ഞെടുത്തു, പട്ടായയിൽ നിന്നുള്ള ലൈംഗിക തൊഴിലാളിയായ മായ പറയുന്നു. അവളുടെ വാക്കുകൾ അവളുടെ ജോലിയിൽ നിന്നും മറ്റുള്ളവരുടെ ഹൃദയത്തിലും പ്രതിധ്വനിക്കുന്നു. അവൾ സാഹചര്യങ്ങളിലൂടെ പങ്കെടുക്കുന്ന പതിവുകളാണ് വിവിധ കാരണങ്ങളാൽ അവൾ തിരഞ്ഞെടുത്തതോ വീണുപോയതോ ആയ ഒരു തൊഴിലിലേക്ക് പ്രവർത്തിക്കുന്ന സജീവ പങ്കാളികളാണ്. മറ്റൊരു ലൈംഗിക തൊഴിലാളി ലിം തന്റെ അനുഭവം പങ്കുവെക്കുന്നു. സംവിധാനം ദുബ്വേഴ്സ്. ആ കമ്പനിയൻഷിപ്പ് മനസ്സിലാക്കൽ പലപ്പോഴും ഏകാന്തതയിലേക്ക് പോകുന്ന ഒരുവർക്ക് പിന്തുണ നൽകുകയും അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ വാക്കുകൾ അവരുടെ ജോലിയുടെ പല ഭാഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, പലപ്പോഴും ന്യായവിധിയുടെയോ കളങ്കത്തിന്റെയോ മറവിൽ ശ്രദ്ധിക്കപ്പെടാതെ. ബാങ്കോക്കിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ ലൈംഗിക തൊഴിലാളിയായ എയോമിന്റെ വിവരണം പ്രത്യേകിച്ചും കൗതുകകരമാണ്. ഞാൻ ചെയ്യുന്നതിനായി അസമിക്കരുത്, ഇത് മറ്റേതൊരു ജോലിയും പോലെയാണ് ബില്ലുകൾ അടയ്ക്കുന്നത്. അതിന് ഒരു വ്യത്യാസമില്ല, പക്ഷേ സമൂഹം അതിനെ അങ്ങനെ കാണാനാവില്ലെന്ന് അവൾ പറയുന്നു. ഇത് പണത്തിന്റെ മാത്രം കാര്യമല്ല. സംവിധാനം ദുബ്വേഴ്സ്. ഞാൻ എന്റെ സ്വന്തം ബോസാണ്, അതു എനിക്ക് ഇഷ്ടമാണ്. തായ്ലാന്റിലെ ഈ ലിംഗ കാര്യകർത്താക്കളുടെ കഥകൾ പലപ്പോഴും തെറ്റിയിരിക്കുന്ന ഒരു ലോകത്തിലെ പ്രകാശനം നൽകുന്നു. പലരും നിഷിദ്ധമായി കാണപ്പെടുന്ന ഒരു ഉദ്യോഗത്തിന്റെ മനുഷ്യത്വം അവർ പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന പോയിന്റുകൾ തായ്ലാന്റിലെ ലൈംഗിക തൊഴിലാളികളാകുന്നതിനുള്ള കാരണങ്ങൾ പറയുന്നു. സാമ്പത്തിക ആവശ്യം, സ്വാതന്ത്ര്യത്തിന്റെ തിരക്ക്, വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ ആഗ്രഹം എന്നിവയും പ്രധാന പങ്കുവഹിക്കുന്നു. സംവിധാനം ദുബ്വേഴ്സ്. അവരുടെ സേവനം തേടുന്നവർക്ക് സഹവാസം, പരിഗണന, ശൂന്യത നിറഞ്ഞു നിൽക്കുന്നതിനുള്ള ഒരു പൂർത്തിയായ സേവനമാണിത്. ദുബ്വേഴ്സ് പിന്തുടരുന്നു. എയോമിന്റെ വാക്കുകളിൽ, ഞങ്ങൾ ഇരകളല്ല, പക്ഷേ ജീവിക്കുന്നവരാണ്. ഞങ്ങൾ വസ്തുക്കളല്ല, പ്രത്യേകിച്ച് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അഭിലാഷങ്ങളുള്ള വ്യക്തികളാണ്. ഞങ്ങൾ ലൈംഗിക തൊഴിലാളികളാണ്, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. തായ്ലാന്റിലെ സെക്സ് വർക്കേഴ്സിന്റെ ജീവിതത്തിലേക്കുള്ള പുറപ്പെട്ടവരുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ സംഭാഷണം അവസാനിക്കുകയില്ല. ഇത് ഉപരിതലത്തിന് പുറത്തേക്ക് നോക്കാനും വിധിക്കുന്നതിനുപകരം മനസ്സിലാക്കാനും ലൈംഗിക തൊഴിലാളികളോട് അവർ അർഹിക്കുന്ന അന്തസ്സോടെയും ബഹുമാനത്തോടെയും പെരുമാറാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. പഴഞ്ചൊല്ല് പറയുന്നതുപോലെ ഒരു പുസ്തകത്തിന്റെ കാവുകളും പുറംചട്ടവും കാണിക്കരുത്. ആളുകൾക്കും അവരുടെ തൊഴിലുകൾക്കും ഇത് ബാധകമാണ്.